സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 26ആയി. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ. 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. ആറന്മുളയിലും ചെങ്ങന്നൂരിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. കോട്ടയത്തെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. വയനാടും ഇടുക്കിയിലും യാത്രാ നിയന്ത്രണം. രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങിമരിച്ച രാജേഷിന് കണ്ണീരോടെ വിട നൽകി നാട്. സംസ്കാരം സംസ്ഥാന ബഹുമതികളോടെ. രാജേഷ് കേരളത്തിന്റെ അഭിമാനമെന്ന് മുഖ്യമന്ത്രി. വീടുപണി സർക്കാർ പൂർത്തിയാക്കും. ഫ്ലഡ് മാപ്പിംഗിലൂടെ രാജ്യത്തിന് മാതൃകയാകുന്ന ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം സഹായധനം. വ്യാപാരികൾക്കും നഷ്ടപരിഹാരം. മഴക്കെടുതിക്കിടെ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാർ. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ വഴുതി മാറി വീണ്ടും മുഖ്യമന്ത്രി. അടിയന്തര യാത്ര വേണ്ടിവന്നത് നിക്ഷേപകരെ കാണാനെന്ന മറുപടിയിൽ തിരുത്ത്. കൊച്ചിയിൽ പോയതുകൊണ്ടാണ് നിക്ഷേപകരെ കണ്ടതെന്ന് വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. പുനർജനി പദ്ധതിയിൽ ക്ലീൻ ചിറ്റ് നൽകിയത് പിണറായി സർക്കാർ എന്ന് സതീശനെതിരെ സമരം ആരംഭിച്ച CPM. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച CP ജോൺ. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമെന്നും ഗതാഗത മന്ത്രി. വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചുവെന്ന് മുഖ്യമന്ത്രി. ശബരിമല നെയ്ക്രമക്കേടിൽ അന്വേഷണ സംഘത്തിന്റെ പട്ടിക ഹൈക്കോടതിക്ക് കൈമാറി സർക്കാർ. 5 വിജിലൻസ് ഇൻസ്പെക്ടർമാർ സംഘത്തിൽ. 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി. വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ. നവവധുവിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും. +1 വിദ്യാർത്ഥികൾക്ക് പുതിയ സൈക്കിൾ. 5 ലക്ഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് AI പരിശീലനം. ബംഗാളിലെ മോസ്കുകളിൽ കോളാമ്പി സ്പീക്കറുകൾ നീക്കം ചെയ്ത് സർക്കാർ. നടപടി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം. നടപ്പിലാക്കിയത് സുപ്രീം കോടതി വിധിയെന്ന് വിശദീകരണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എവിടെയെന്ന് പ്രതിപക്ഷം. ഇരുവരുടെയും അസാന്നിധ്യം ഉയർത്തിക്കാട്ടി പ്രതിഷേധം. മണ്ഡല പുനർമൂല്യനിർണയവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. സമ്മേളനം നീട്ടിയേക്കും.